ഹലോ എവരി വൺ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. സൊല്യൂഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നമ്മൾ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ y is equal to g of x is called a solution of a given first order differential equation on some interval if gx is defined and differentiable throughout that interval and is such that the equation becomes an identity when y and y dash are replaced by g and g dash respectively. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, ജി ഓഫ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷൻ നമ്മളുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആകണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നുള്ള ഇൻ്റർവെല്ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമ്മളുടെ ഈ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആകാനായിട്ടുള്ള കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൻ്റെ അകത്ത് നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ അകത്ത് നമ്മളുടെ ഗിവൺ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം, ഡിഫറൻഷ്യബിളും ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡും ഡിഫറൻഷ്യബിളും ആകണം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് വൈയുടെയും വൈ ഡാഷിൻ്റെയും സ്ഥാനത്ത് നമ്മൾ ജിയും ജി ഡാഷും റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നെ ആയിരിക്കണം കിട്ടുന്നത്. അങ്ങനെയും കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മളുടെ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ തന്നെ രണ്ട് വിധത്തിൽ ഉണ്ടാകാം. ഒന്നെങ്കിൽ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. സംടൈംസ് ദ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ അപ്പിയർ ആസ് ആൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ that is implicitly given in the form g of xy is equal to 0. Then it is called implicit solution. അപ്പം നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ ഫോം ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നതെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ. അതേസമയം എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൊല്യൂഷൻ വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരിക്കും ഉള്ളത്. അപ്പോൾ ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മൾ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നും വിളിക്കും. വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണുള്ളതെങ്കിൽ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദ ഫംഗ്ഷൻ വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 2x. നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 2y ഫോർ ഓൾ എക്സ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ സൊല്യൂഷൻ ആണോ നമ്മൾ നോക്കണമെങ്കിൽ ആദ്യമേ നോക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് നോക്കണം. അത് ഡിഫൈൻഡ് ആണ് ആൻഡ് അത് ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയി. പിന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വൈ ഡാഷിൻ്റെയും വൈയുടെ സ്ഥാനത്ത് നമ്മൾ ജി ഡാഷും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി നമുക്ക് ഓൾറെഡി അറിയാം ഇ റേസ് ടു 2x ആണ്. ജി ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ജി ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 2 ഇ റേസ് ടു 2x എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ വൈ ഡാഷിൻ്റെ സ്ഥലത്ത് ജി ഡാഷും വൈയുടെ സ്ഥലത്ത് ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഇ റേസ് ടു 2x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ റേസ് ടു 2x എന്ന് തന്നെ കിട്ടും. അതായത് രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതൊരു ഐഡൻറ്റിറ്റി ആണ് എന്ന് നമുക്ക് കിട്ടും. വൈ ഡാഷിൻ്റെയും വൈയുടെയും സ്ഥലത്ത് ജി ഡാഷും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ് കിട്ടുന്നത്. ദെയർഫോർ ദിസ് ഈസ് എ സൊല്യൂഷൻ. ഈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് പറയുന്നത് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 2y എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ് നമ്മളുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ സൊല്യൂഷൻ ഒരു എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മുടെ സൊല്യൂഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ഈസ് ആൻ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഇൻറ്റു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു -x ഓൺ ദ ഇൻ്റർവൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1.
അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്കൊരു ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ -1 x 1 എന്നുള്ള ഇൻ്റർവെല്ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അത് ഡിഫറൻഷ്യബിളും ആണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന സൊല്യൂഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2x + 2y × y' = 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് y × y' = -x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് g(x, y) = 0 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നും വിളിക്കും. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും each of the functions y is equal to sin x, y is equal to sin x plus 3, y is equal to sin x minus 3/5, y is equal to sin x minus 4√7 is a solution to the differential equation y dash is equal to cos x. And every solution of this equation is of the form y is equal to sin x plus c. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash is equal to cos x എന്നുള്ളതാണ്. അപ്പോൾ ഈ y dash is equal to cos xൻ്റെ കുറച്ച് സൊല്യൂഷൻസ്, ഈ തന്നിരിക്കുന്നതെല്ലാം y dash is equal to cos x എന്നുള്ള നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഈ സൊല്യൂഷൻസ് മാത്രമല്ല, ഇതുപോലെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ജനറൽ ഫോം നോക്കുകയാണെങ്കിൽ, നമ്മളുടെ സൊല്യൂഷൻ്റെ ഒരു ജനറൽ ഫോം നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് y is equal to sin x plus c എന്ന്. അപ്പോൾ y dash is equal to cos x എന്നുള്ള നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ജനറൽ ഫോമാണ് y is equal to sin x plus c എന്നുള്ളത്. അതിൽ c എന്ന് പറയുന്നത് ഒരു ആർബിറ്ററി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ സീനെ ഒരു ആർബിറ്ററി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ y is equal to sin x plus c എന്നുള്ളത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളങ്ങനെ സിയുടെ വാല്യൂ മാറ്റി മാറ്റി കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിഫറെൻറ്റ് സൊല്യൂഷൻസാണ് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇത് നമ്മൾ കണ്ടു, y is equal to sin x plus c എന്നുള്ളത് നമ്മളുടെ ഈ y dash is equal to cos xൻ്റെ സൊല്യൂഷനാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ വരുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ജനറൽ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻസ് വൺ ആർബിറ്ററി കോൺസ്റ്റൻറ്റ് സേ c ഈസ് കോൾഡ് എ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൊല്യൂഷൻ്റെ അകത്ത് ഒരു ആർബിറ്ററി കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ, ആർബിറ്ററി കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ്, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർബിറ്ററി കോൺസ്റ്റൻ്റ് നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ വിളിക്കുന്നതാണ് ജനറൽ സൊല്യൂഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഈ ജനറൽ സൊല്യൂഷനിൻ്റെ ഈ ആർബിറ്ററി കോൺസ്റ്റൻറ്റിനെ നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ ഒബ്റ്റൈനബിൾ ഫ്രം ദ ജനറൽ സൊല്യൂഷൻ ബൈ ഗിവിങ് എ പർട്ടിക്കുലർ വാല്യൂ ടു ദ ആർബിറ്ററി കോൺസ്റ്റൻറ്റ് സി ഈസ് കോൾഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തിരുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ y dash is equal to cos x എന്നുള്ളത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് y is equal to sin x plus c എന്ന് പറയുന്നത്. അതേസമയം ഈ സിക്ക് നമ്മൾ 0 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് y is equal to sin x എന്നുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. സിക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മൾ സിയുടെ വാല്യൂസ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. The number of arbitrary constants depend on the order of the differential equation. നമുക്ക് ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് എത്ര ആർബിറ്ററി കോൺസ്റ്റൻ്റ് ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണ് എന്നുള്ളതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ഓർഡർ 2, ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ വുഡ് ഹാവ് 2 ആർബിറ്ററി കോൺസ്റ്റൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു കൺസിഡർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2 ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ആർബിറ്ററി കോൺസ്റ്റൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനാണ് y is equal to a sin 5x plus b cos 5x.
is the general solution of the second order differential equation y double dash plus 25y is equal to 0. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് ഇവിടെ രണ്ട് ആർബിറ്ററി കോൺസ്റ്റൻസ് ഉണ്ട്, എയും ബിയും. അപ്പോൾ നമ്മൾ ഈ എയ്ക്കും ബിക്കും പർട്ടിക്കുലർ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എയ്ക്ക് 2ഉം ബിക്ക് √3യും കൊടുത്തിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു തരത്തിലുള്ള സൊല്യൂഷനും കൂടെ നമുക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് പറയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ജനറൽ സൊല്യൂഷൻ കണ്ടു, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടു. അടുത്ത സൊല്യൂഷനാണ് സിംഗുലർ സൊല്യൂഷൻ. ഇൻ സം കേസസ് ദർ മേ ബി ഫർദർ സൊല്യൂഷൻ ഓഫ് എ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് cannot be obtained by assigning a definite value to arbitrary constants in general solution. സച്ച് സൊല്യൂഷൻ ഈസ് കോൾഡ് എ സിംഗുലർ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ കണ്ടു, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനെ നമ്മൾ ജനറലായിട്ട്, എല്ലാ സൊല്യൂഷനെയും നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷനിൽ ആർബിറ്ററി കോൺസ്റ്റൻറ്റിന് പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷനും കിട്ടും. അപ്പോൾ നമ്മളൊരു സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല. ജനറൽ സൊല്യൂഷനിൻ്റെ അകത്ത് നമുക്ക് ആർബിറ്ററി കോൺസ്റ്റൻറ്റിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സിംഗുലർ സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സം കേസസിൽ മാത്രമേ ഇങ്ങനെ ഒരു സിംഗുലർ സൊല്യൂഷൻ ഉണ്ടാകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മുടെ ഈ സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ അല്ല. അത് നമ്മൾ വേറെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും സിംഗുലർ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash square minus xy dash plus y is equal to 0 as the general solution y is equal to cx minus c square. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഈ തന്നിരിക്കുന്നത്. റെപ്രസെൻറ്റിങ് എ ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ നമ്മുടെ ഈ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ജനറൽ സൊല്യൂഷൻ അല്ലാണ്ട് വേറൊരു സൊല്യൂഷനും കൂടെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ സൊല്യൂഷനാണ് y is equal to x²/4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. എ ഫർദർ സൊല്യൂഷൻ ദാറ്റ് cannot be obtainable from the general solution and hence is called a singular solution is y is equal to x²/4. അപ്പോൾ ഈ y is equal to x²/4 എന്ന് പറയുന്ന ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ സിക്ക് പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഈ ഓരോ പർട്ടിക്കുലർ സൊല്യൂഷനും നമ്മളുടെ ഈ പരാബോളയുടെ ടാൻജൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സിംഗുലർ സൊല്യൂഷൻ്റെ ടാൻജൻസ് ആയിട്ടായിരിക്കും നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ സിംഗുലർ സൊല്യൂഷനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അടുത്തതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. In many problems, instead of a general solution, we need a particular solution yx satisfying a given initial condition. Say the condition that at some point x0, the solution ys has a prescribed value y0. അപ്പോൾ നമുക്ക് പല പ്രോബ്ലംസിലും നമുക്ക് ജനറൽ സൊല്യൂഷൻ മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ തന്നെ കിട്ടണം. അപ്പോൾ ആ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് x0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ സൊല്യൂഷൻ അറ്റൈൻ ചെയ്യുന്ന വാല്യൂ അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. y0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിരിക്കും. അപ്പോൾ y of x0 ഈസ് ഈക്വൽ ടു y0 എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. Mathematically, an initial value problem of the first order differential equation is of the form y dash is equal to f of xy with the initial condition y of x0 is equal to y0. അപ്പം നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോമാണ് ഈ തന്നിരിക്കുന്നത്. y dash is equal to f of xy എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ദി ഇനീഷ്യൽ കണ്ടീഷൻ y of x0 is equal to y0. അപ്പോൾ x0 എന്നുള്ള പോയിന്റിൽ നമ്മുടെ സൊല്യൂഷൻ y0 എന്നുള്ള വാല്യൂ ആയിരിക്കണം അറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ള കണ്ടീഷൻ. ദ സൊല്യൂഷൻ ടു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് യുണീക്ക്. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെത് ഒരു ആർബിറ്ററി കോൺസ്റ്റൻ്റ് ഒന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ യുണീക്ക് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ടു ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഇനിഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും നമ്മളുടെ
ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു യുണീക്ക് സൊല്യൂഷനും ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y ഡാഷ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. ഇവിടുത്തെ നമ്മളുടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0യുമാണ്, വൈ നോട്ട് എന്ന് പറയുന്നത് 1ഉമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ളതാണ്. അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനായിട്ട് തന്നിരിക്കുന്ന y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ y ഡാഷ് ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടു, y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇനിഷ്യൽ കണ്ടീഷൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. അതായത് എക്സ് 0 എന്നുള്ള വാല്യൂ എടുക്കുമ്പം വൈയുടെ വാല്യൂ 1 ആയിരിക്കണം. നമ്മൾ ഈ സൊല്യൂഷൻ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എക്സിന് 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വാല്യൂ 1 ആയിരിക്കണം എന്നാണ് ഈ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്ന് സൈൻ 0 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സൈൻ 0 ആണെന്ന് നമുക്കറിയാം, അതിൻ്റെ അകത്ത് നിന്ന് സി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ആർബിറ്ററി കോൺസ്റ്റൻറ്റിന് ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ particular solution that is satisfying the initial condition is y is equal to sin x plus 1 and it is the unique solution of the initial value problem. അപ്പോൾ y is equal to sin x plus 1 എന്നുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ യുണീക്ക് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.